ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എയർലൈനുകളെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റിന്റെ തന്നെ ടോപ്പിൽ ഇരുന്നിരുന്നതുമായിട്ടുള്ള പിന്നീട് പല കാരണത്താൽ കൂട്ടിപ്പോകേണ്ടി വന്ന ഏതാനും എയർലൈനുകളെ പറ്റിയിട്ടാണ്. എല്ലാ എയർലൈനുകളെ പറ്റിയിട്ടല്ല കേട്ടോ. അപ്പം അതിൽ ഒന്നാമതായി വരുന്നത് കിങ്ഫിഷർ എയർലൈൻസ് ആണ്. 2003 എസ്റ്റാബ്ലിഷ് ചെയ്ത് 2005 കിങ്ഫിഷർ എയർലൈൻസ് ഒഫീഷ്യലായിട്ട് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൈട്രാക്സിന്റെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഇന്ത്യയിലെ ഏക എയർലൈനാണ് കിങ്ഫിഷർ. അടുത്തതായി വരുന്നത് ജെറ്റ് എയർവേസ് ആണ്. ഡൽഹി ബേസ് ചെയ്ത് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു എയർലൈൻ ആയിരുന്നു ജെറ്റ് എയർവേസ്. തുടക്കകാലങ്ങളിൽ എയർ ടാക്സി ആയിട്ടായിരുന്നു പ്രവർത്തനം. പിന്നീട് എയർലൈൻ 2004 ഇന്റർനാഷണൽ സർവീസുകൾ അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന എയർലൈനായി മാറി. ബാങ്ക്രപ്ഷൻ കാരണം 2019 പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചത്. 2024 അവസാനത്തോടുകൂടി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ കൂട്ടിപ്പോയതിനു ശേഷം തിരിച്ചു വരുന്ന ആദ്യത്തെ എയർലൈൻ ജെറ്റ് എയർവേസ് മാറും. ഇനി അവസാനമായി പറയുന്നത് റീസെന്റ് ആയി കൂട്ടിയ ഗോഫസ്റ്റിനെ പറ്റിയിട്ടാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു ലോ കോസ്റ്റ് എയർലൈൻ ആയിരുന്നു ഗോഫസ്റ്റ്. 2005 പ്രവർത്തനം ആരംഭിച്ചത്. 2023 മെയ് 3 പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിച്ചു. അപ്പോൾ ഇതായി